മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം. ദുരന്തബാധിതർക്കായി കേന്ദ്രം ഇതുവരെ ഒന്നും തന്നില്ലെന്നും മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ മനുഷ്യത്വം കൊണ്ട് മാത്രമാണ് ഇതൊക്കെയും സാധ്യമായതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അസാധ്യമെന്ന് കരുതിയവയെല്ലാം സാധ്യമെന്ന് തെളിയിച്ച പിണറായി സർക്കാർ മറ്റൊരു ചരിത്രമാണ് കുറിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പും ഉയരുകയാണ്. ലോകോത്തര നിലവാരത്തിൽ ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ ലോകത്തിന് മുന്നിൽ കേരളം ഒരിക്കൽ കൂടി തലയുയർത്തി നിൽക്കും. പ്രതിസന്ധികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന് കൈവരിക്കുന്ന മറ്റൊരു നേട്ടമായി അടയാളപ്പെടുത്തും. സ്നേഹനിർഭരമായ സഹകരണം, യോജിപ്പ്, അതിലൂടെ അസാധ്യമെന്ന് പലരും കരുതുന്ന എന്തും സാധ്യമാക്കാനാക്കും എന്നതാണ് നമ്മുടെ അനുഭവം. പുനരധിവാസം നമ്മളെല്ലാം പ്രധാനമായി കണ്ടു. ആ കാര്യത്തിൽ വലിയ സ്രോതസ്സ് എന്ന നിലക്ക് നാം പ്രതീക്ഷിച്ചത് കേന്ദ്ര സഹായമായിരുന്നു. നിർഭാഗ്യവശാൽ ആ വഴിക്ക് ഇതേവരെ ഒന്നും ലഭിച്ചില്ല. താമസിക്കാൻ ഒരിടം മാത്രമല്ല, ആധുനിക സൗകര്യങ്ങളും മികച്ച ജീവിത നിലവാരവും ടൗൺഷിപ്പിൽ ഉറപ്പുവരുത്താനാണ് സർക്കാരിന്റെ ശ്രമം. 5 ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് പദ്ധതി വഴി പൂർത്തിയാക്കി എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തോടടുക്കുകയാണ് കേരളം. ദേശീയപാത 66, ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളം വൈദ്യുത ലൈൻ, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ പദ്ധതികളും യാഥാർത്ഥ്യമായി. ഈ നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം നേടുകയാണ് വയനാട് ടൗൺഷിപ്പും. കൈരളി ന്യൂസ്, വയനാട്.